വണ്ടിപ്പെരിയാറിലെത്തിയ അയ്യപ്പഭക്തരെ തിരിച്ചയച്ച് പോലീസ്. പാസ് ഇല്ലാത്തതും സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞതുമാണ് കാരണമെന്ന പോലീസിന്റെ വിശദീകരണം. ശബരിമല ദർശനത്തിന് വണ്ടിപ്പെരിയാർ സത്രം വഴി പോകാൻ എത്തിയ അയ്യപ്പ ഭക്തരാണ് പെട്ടുപോയത്. KSRTC ബസ് തടഞ്ഞു പ്രതിഷേധം. ഇതിനിടയിൽ ഡ്രൈവർമാർ പോലീസ് സ്റ്റേഷൻ ഉപരോധവും നടത്തുന്നു. വാർത്തയിലേക്ക്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിൻസ് 1950 പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ സത്രം കാനന പാതയിലൂടെ ദിനംപ്രതി 5000 ഭക്തരെ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന കർശന നിയന്ത്രണമാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലമായി വണ്ടിപ്പെരിയാറിലെത്തുന്ന അയ്യപ്പഭക്തർ വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്തിരുന്നു. ഇത് അറിയാതെ സത്രത്തിലെത്തിയ അയ്യപ്പഭക്തരെ തിരിച്ചുവിടുന്ന അവസ്ഥയും ഉണ്ടായി. പോലീസ് പാസ് നൽകാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ വാളാടി പുതിയ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. KSRTC ബസ്സിൽ സത്രത്തിലേക്ക് പോകുന്നവർക്ക് ഉൾപ്പെടെ അവിടെ നിന്നും പാസ് നൽകിയാൽ മാത്രമേ KSRTCയും അയ്യപ്പഭക്തരെ കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെ ഇന്ന് സത്രം വഴി കാനന പാതയിലൂടെ ശബരിമല ദർശനത്തിനെത്തിയ 100 കണക്കിന് അയ്യപ്പഭക്തരാണ് വണ്ടിപ്പെരിയാറിൽ കുടുങ്ങിയിട്ടുള്ളത്. KSRTC ബസ്സിൽ അയ്യപ്പഭക്തരെ കയറാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് അയ്യപ്പഭക്തർ ശരണം വിളികളുമായി പ്രതിഷേധം നടത്തുകയും വാഹനം തടയുകയും ചെയ്തു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തുകയും അയ്യപ്പ ഭക്തരുമായി സംസാരിക്കുകയും പാസ് ഇല്ലാതെ മല കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് അയ്യപ്പ ഭക്തർ അവിടെ നിന്നും പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി എങ്ങനെ ശബരിമലയിൽ എത്തുമെന്ന ആശങ്കയും അയ്യപ്പ ഭക്തർക്ക് നിലനിൽക്കുകയുമാണ്. എന്നാൽ നാളെ രാവിലെ പുല്ലുമേട്ടിൽ നിന്നുള്ള മകരവിളക്ക് ദർശനത്തിനായി ബന്ധപ്പെട്ട കോഴിക്കാനം പുല്ലുമേട് വഴി ശബരിമലയിലേക്ക് എത്താൻ വഴി ഒരുക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ഇതേസമയം വണ്ടിപ്പെരിയാറിലെ ജീപ്പ്, ഓട്ടോ സ്റ്റാൻഡ് തൊഴിലാളികൾ അയ്യപ്പ ഭക്തരെ കടത്തിവിടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ഉപരോധവും നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.